യാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടാത്തതാണ്. ഫഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത മതം തേടിപ്പോകുന്നവൻ പാരത്രിക ലോകത്ത് പരാജിതരിൽപ്പെട്ടവനാണ്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. ലോകത്ത് ദൈവിക മതമായി അറിയപ്പെടുന്ന മതം ഒന്നേ ഉള്ളൂ. ഇസ്ലാം അല്ലാത്ത എല്ലാ മതങ്ങളും മനുഷ്യ നിർമ്മിതമാണ്, മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ മതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അല്ലാത്ത ഏത് മതത്തിൻ്റെ ആശയങ്ങൾ നോക്കിയാലും ദിനേന അതിനെ മാറ്റിമറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവിക മതകമാകുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ നിയമമാണ്. അതൊരിക്കലും മാറ്റിമറിക്കപ്പെടുകയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിദൂൻ. പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് നമ്മളാണ്, കാലാന്തരം അതിനെ സൂക്ഷിക്കുന്നവരും നമ്മളാണ്. ഖുർആനെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. അതിനെ മാറ്റിമറിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് നിലനിർത്താൻ ഒരു സമൂഹത്തെ ഖിയാമത്ത് നാൾ വരെ റബ്ബുൽ ഇസ്സത്തിന് ക്ഷയിക്കും. ആ ഇസ്ലാമാകുന്ന മതത്തിനെ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം മതത്തിന്റെ ആശയങ്ങൾ ഹബീബായ തങ്ങളെ കയ്യിലേക്ക് വഹീ മുഖേന എത്തിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകളും വഹീ മുഖേന മാത്രം ലഭിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ കൂടാണ്ട് ഇൽഹാമായി അറിയിച്ച ഒരു ആയത്തും പരിശുദ്ധ ഖുർആനിലില്ല. അത് മുഴുവനും ജിബ്രീൽ കൊണ്ടുകൊടുത്തതാണ്. ആ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ ഖുർആൻ കൊടുത്തപ്പോൾ ഖുർആൻ മാത്രം കൊടുത്തിട്ട് പോയതല്ല, തുമ്മ ഇന്ന അലൈന ബയാന, വിശദീകരണം കൊടുത്തതും ജിബ്രീൽ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ ജിബ്രീൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേക്ക് കൊടുത്തിട്ട് അതിന്റെ വിശദീകരണവും റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വഹാബത്തിന് കൈമാറി. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർസിൽ നന്നായി ഓതി പഠിച്ചു. സമയമില്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഗുണമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാ യത്ലു അലൈഹിം ആയാതിഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ആയാത്തുകളെ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. ഓതിക്കൊടുത്തിട്ട് ആ സ്വഹാബത്തിനെ സംസ്കരിച്ചെടുക്കുകയാണ്. അറിയാമല്ലോ, ഒരു കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുണ്ടായ പ്രവർത്തനങ്ങളും കടന്നു വന്നതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊടുത്ത് സംസ്കരിച്ചെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് സൂറത്ത് തൗബയിൽ കാണാം. വസാബിഖൂനൽ അവ്വലൂന എന്ന് തുടങ്ങിയിട്ട് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആൻ ഖുർആൻ തർദിയത്ത് പറഞ്ഞ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ റസൂലുള്ളാഹി സംസ്കരിച്ചെടുത്തു. എന്നിട്ട് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇൽമു പകർന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്തും വഫാത്തിന് ശേഷവും ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയി. ഹജ്ജത്തുൽ വദാഇന്റെ മുത്തുനബിയുടെ പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ ഇന്ന് മദീനയുടെ, സൗദി അറേബ്യയുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ 10,000-ൽ താഴെ സ്വഹാബത്ത് മാത്രമേ സൗദി മൊത്തം പരിശോധിച്ചാൽ കിടക്കുന്നുള്ളൂ. ലക്ഷക്കണക്കിന് സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ലോകമെമ്പാടും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ആ സ്വഹാബത്തിന്റെ പാദസ്പർശനമേറ്റ കേരളീയ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിലേക്കും സ്വഹാബത്ത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്തും അതിന് ശേഷവുമൊക്കെ സ്വഹാബത്ത് കേരളത്തിൽ വന്നു എന്ന് ചരിത്രമുണ്ട്. ഇരിക്കട്ടെ, ആ സ്വഹാബത്തിലൂടെ താബീങ്ങളുടെ കൈമാറി വന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം അതിന്റെ തനതായ ശൈലിയിലൂടെ ഇങ്ങോട്ടിങ്ങനെ കടന്നു വരുമ്പോഴാണ് 1111 സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറയുന്ന നജ്ദിലെ ഉയൈന എന്ന കുഗ്രാമത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിന്റെ പേരാണ് മുഹമ്മദ്
മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി 1111 ജനിച്ചിട്ട് 1146 സൗദിയുടെ ഫത്വ കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ സൗദിയുടെ ഫത്വ കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ സിംഗടികളും അദ്ദേഹം കൂടിയിട്ട് ആദർശമായ പരിശുദ്ധ ഇസ്ലാം കടന്നു വന്ന തനതായ ശൈലിയെ മാറ്റം വരുത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവനിക്ക് തോന്നുന്ന വിധത്തിൽ ഇസ്ലാമിനെ മാറ്റിമറിക്കുകയാണ്. അഹ്മദ് സൈനി ദഹ്ലാൻ തന്റെ കിതാബിൽ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഹദീസിന്റെ തഫ്സീറിന്റെ കിതാബുകൾ മുഴുവനും ഇബ്നു അബ്ദുൽ വഹാബ് കരിച്ചു കളയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്ത സകല ജനങ്ങളോടും പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നുവോ അങ്ങനെ ഖുർആൻ വ്യാഖ്യാനിച്ചോളൂ. ഒരു ആയ തഫ്സീർ നോക്കണ്ട, ഒരു ഹദീസും നോക്കണ്ട, ഒരു ഇമാമിന്റെ വ്യാഖ്യാനവും നോക്കണ്ട. അങ്ങനെ സൗദിയിലെ പാരമ്പര്യ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നു. തായിഫിന്റെ മരുഭൂമിയിൽ വെച്ചിട്ട് ഒരൊറ്റ ദിവസം തന്നെ 70,000-ഓളം വരുന്ന പണ്ഡിതന്മാരെ കൊന്നു എന്ന് ഇമാമിങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് വലയൂട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ അടക്കം കടാര കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം കാണാം. തായിഫിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഖ്ബറ തച്ചുപൊളിച്ചിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് 70,000-ഓളം വരുന്ന പണ്ഡിതന്മാരെ കൊന്നൊടുക്കി. സൗദി അറേബ്യയിലെ നാനാഭാഗത്തും മക്കയിലെ മദീനയിലെ മുഫ്തിമാരായിരുന്ന നിരവധി പണ്ഡിതന്മാരെ അവർ കൊന്നുകളഞ്ഞു എന്ന് അഹ്മദ് സൈനി ദഹ്ലാന്റെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം. അങ്ങനെ നമുക്കറിയാമല്ലോ, പാരമ്പര്യമുള്ള ഒരു നാട്ടിന്റെ ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കിയാലല്ലേ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി, ഫലസ്തീനെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ കൊന്നൊടുക്കിയത് എത്രയാണ്? ഒരു രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ ആ രാജ്യത്തുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ വലിയ വലിയ നേതാക്കന്മാരും സയ്യിദന്മാരും കൊന്നൊടുക്കി ഭരണം പിടിച്ചെടുത്തിട്ട് സൗദി അറേബ്യയിലെ ഇസ്ലാമിന്റെ തനിമയെ മാറ്റിമറിച്ചിട്ട് അവൻ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയാണ്. തവസ്സുൽ ശിർക്കാണ്, ഇസ്തിഗാസ ശിർക്കാണ്, ഖബർ സിയാറത്ത് ശിർക്കാണ്. കെട്ടിപ്പൊക്കിയ ആയിരക്കണക്കിന് മക്ബറകളെ തച്ചുപൊളിക്കുകയാണ്. ജന്നത്തുൽ ബഖീഇന്റെ ഉള്ളിൽ തന്നെ കെട്ടിപ്പൊക്കിയ നിരവധി മഹാന്മാരുടെ മക്ബറ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ മക്ബറ, അവിടുത്തെ സ്വഹാബത്തിന്റെ മക്ബറ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മക്ബറ അടക്കം, ഉസ്മാൻ ഇബ്നു മദൂദ് മക്ബറ അടക്കം അവിടുത്തെ സിംഗടികളെ കൊണ്ട് തച്ചു പൊളിച്ചു എന്ന് എന്ന കിതാബിൽ എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്ബറകൾ തച്ചു പൊളിച്ചിട്ട് ഒയൈനയിലുണ്ടായിരുന്ന സയ്യിദ് ഇബ്നു ഖത്താബിന്റെ മക്ബറ തച്ചു പൊളിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്ബറ തായിഫിൽ തച്ചു പൊളിച്ചു. ആയിരക്കണക്കിന് മക്ബറകളൊക്കെ തച്ചു പൊളിച്ചിട്ട് ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ തച്ചു പൊളിച്ച് സൗദി അറേബ്യയിൽ വഹാബി ഭരണം കൊണ്ടുവരികയാണ്. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് വന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ആ വഹാബിസം 1920 കാലങ്ങളിൽ കേരളത്തിലേക്ക് വരികയാണ്. രണ്ട് വഴികളിലൂടെ കേരളത്തിലേക്ക് വരുന്നു. ഈജിപ്ത്യൻ ധാര, അതുപോലെ നജ്ദിയൻ ധാര. നജ്ദിയൻ വഴിയിലൂടെ, ഈജിപ്ത്യൻ വഴിയിലൂടെ ജലാലുദ്ദീൻ അഫ്ഗാനിയുടെ വഴിയിൽ കൂടിയിട്ട് വക്കം മൗലവിയും കെ എം മൗലവിയും കൂടിയിട്ട് കേരളത്തിലേക്ക് വഹാബിസം കൊണ്ടുവരികയാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് ഹജ്ജിന് പോയ ഹജ്ജാജുകളെ കയ്യിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന പുസ്തകം കേരളത്തിലേക്ക് കൊടുത്തയച്ചിട്ട് കേരളത്തിലേക്ക് നജ്ദിയൻ ധാര എന്ന് പറയുന്ന വഹാബിസം കടന്നു വരികയാണ്. അങ്ങനെ 1920 കാലങ്ങളിൽ വക്കം മൗലവിയും കെ എം മൗലവിയും കൂടിയിട്ട് കേരളത്തിലേക്ക് വഹാബിസം കൊണ്ടുവന്നിട്ട് ഐക്യസംഘം എന്ന നിലക്കൊരു സംഘടന രൂപീകരിക്കുകയാണ്. എവിടെ? കേരളത്തിന്റെ മണ്ണിൽ. എന്താ സംഘടന പേര്? ഐക്യസംഘം. എവിടെയാണ് ഐക്യസംഘം ഉണ്ടാക്കേണ്ടത്? ഭിന്നിച്ച് നാടാകെ തകർന്ന് തരിപ്പണമായ ഒരു സ്ഥലത്തല്ലേ ഐക്യസംഘം കൊണ്ടുവരേണ്ടത്? കേരളത്തിൽ ഭിന്നിപ്പുണ്ടോ? അന്ന് 1920 കാലങ്ങളിൽ കേരള ജനത ഒറ്റക്കെട്ടാൽ ഒരേ ആശയത്തിലാണ്, ഒരേ ആദർശത്തിലാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന കേരളീയ ജനത 1920 കാലഘട്ടത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ജനത പ്രശ്നത്തിന് വേണ്ടി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പരിഹാരം തേടി അന്ന് ജീവിച്ചിരുന്ന അഹ്ലുൽ ബൈത്തിന്റെ മുമ്പിലേക്ക് ഓടിയവരാണ്. അതേ മമ്പുറം തങ്ങളുടെ മുമ്പിലേക്ക്, പാണക്കാട്
പാണക്കാട് പൂക്കോയത്തങ്ങളുടെ മുമ്പിലേക്ക് ഓടിയ ജനങ്ങൾ ചരിത്രമുണ്ട്. പൊന്നാനി മഖ്ദൂം കുടുംബത്തിന് മുമ്പിലേക്ക് പോയ ചരിത്രമാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മഹാന്മാരുടെ മുമ്പിൽ ഓടിയ ചരിത്രം ഞാൻ ചുരുക്കുന്നു. പാണക്കാട് പൂക്കോയത്തങ്ങളുടെ മുമ്പിൽ പോയ ഒരു ചരിത്രം കൂടി പറയട്ടെ. അന്ന് അതേ മത്സ്യം പിടിക്കുന്ന കടപ്പുറത്ത് മത്സ്യം പിടിക്കുന്നവര് തോണി മുഖേന കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോയി ദിവസങ്ങളോടും കടലിൽ ചെലവഴിച്ച് മീൻ കിട്ടാതെ തിരിച്ചു വരുമ്പോ ഒരു വലിയ മീൻ തിരിച്ചു വരുന്ന സമയത്ത് കിട്ടി. എന്നിട്ട് കടപ്പുറത്ത് എത്തിയിട്ട് ആ തോണി കരയിലേക്ക് അടുപ്പിക്കുന്നതിനിടയിൽ തോണിയിലുണ്ടായ മത്സ്യത്തെ ഒരു പരുന്ത് വന്ന് കൊത്തിക്കൊണ്ടു പോകുകയാണ്. ദിവസങ്ങളോടും കടലിൽ താണ്ടി കിട്ടിയ മീനിനെ പരുന്ത് കൊണ്ടുപോയപ്പോ ഉണ്ടായ വിഷമം പറയേണ്ടതില്ലല്ലോ. ഈ മത്സ്യത്തൊഴിലാളികൾ നേരെ പോകുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറയാണ്, ഞങ്ങൾക്കൊരു മത്സ്യം കിട്ടിയിരുന്നു, അതിനെ ഇപ്പോൾ പരുന്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ പാണക്കാട് പൂക്കോയത്തങ്ങൾ പറയുന്നു, ആ പരുന്ത് അവിടെ പറക്കുകയാണ്. ആ പരുന്തിലേക്ക് കൈകൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയണം, പാണക്കാട് പൂക്കോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീൻ ഇങ്ങോട്ട് തിരിച്ചു തരാൻ. മത്സ്യത്തൊഴിലാളികൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ആ പരുന്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്ന പാണക്കാട് പൂക്കോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീൻ തിരിച്ചു തരണം. ആ പരുന്ത് കൊണ്ടുവന്നിട്ട് മീൻ മത്സ്യത്തൊഴിലാളികളെ മുമ്പിൽ ഇട്ടു എന്ന് ചരിത്രം പറയുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രശ്നപരിഹാരത്തിന്റെ മഹാന്മാരെ മുമ്പിൽ ഓടിയിട്ട് എല്ലാ തഖ്വയിൽ അധിഷ്ഠിതമായ മാലമൗലൂദികൾ പാടി ജീവിച്ചിരുന്ന ഉമ്മമാര്, അവർക്ക് പ്രശ്നം വരുമ്പോൾ നഫീസത്ത് മാല നേർച്ചയാക്കണം. തന്റെ മകളുടെ പ്രസവ വേദന വരുമ്പോ തലയുടെ ഭാഗത്തിരുന്നിട്ട് നഫീസത്ത് മാല പാടിയിരുന്ന ഉമ്മമാര്, മഞ്ഞക്കുളം മാല പാടിയിരുന്ന ഉമ്മമാര്, മാല പാടിയിരുന്ന ഉമ്മമാര്, ഐക്യത്തോടെ ഒത്തൊരുമോടെ ജീവിക്കുന്ന കേരള ജനതയുടെ മുമ്പിലേക്ക് 1920 കാലഘട്ടങ്ങളിൽ വക്കം മൗലവിയും കെ എം മൗലവിയും ഐക്യസംഘം എന്ന നിലക്ക് ഒരു സംഘടനയുമായി ഇങ്ങോട്ട് കടന്നു വരികയാണ്. നമ്മുടെ ഉലമാ പള്ളിയുടെ മൂലയിരുന്ന് ദർസ് നടത്തിയിരുന്ന വിദഗ്ധന്മാരായ പണ്ഡിതന്മാര്, നമുക്കറിയാം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് പണ്ഡിതനാണ്, നേതൃത്വമാണ്, വലിയാണ്, 14ഓളം ഭാഷ സംസാരിക്കുന്ന വലിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ എന്താണ് ഒരു ഐക്യസംഘം അതിനെ പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. 1925 കാലങ്ങളിൽ അതിനെ പഠിക്കാൻ വേണ്ടി ഉലമാഇനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു സഭ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ സഭ തീരുമാനിച്ച് അത് കള്ളത്തരമാണ്, മുസ്ലിമിന്റെ പാരമ്പര്യത്തെ വെട്ടിച്ചുരുക്കി മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് വാദിക്കുന്നവരാണെന്ന് പറഞ്ഞ് 1926 ഈ വരുന്ന ജൂൺ മാസത്തിൽ വെച്ചിട്ടുകൊണ്ട് അതാ ഒരു പണ്ഡിത സഭക്ക് തുടക്കം കുറിക്കുകയാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. എപ്പോഴാണ് തുടങ്ങിയത്? ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ഈമാനോട് ജീവിക്കുന്ന കേരളീയ ജനതയുടെ മുമ്പിലേക്ക് ഐക്യസംഘവുമായി വന്ന കെ മൗലവിയും വക്കം മൗലവിയും മുസ്ലിമീങ്ങളുടെ കഴുത്തിലേക്ക് കടാര വെക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ അവരുടെ ആശയത്തെ മുറിച്ചു മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ ചുരുക്കുന്നു, 1926 തുടങ്ങിയിട്ട് ഓരോ വർഷാനുവർഷം 1-ാം വർഷം 2-ാം വർഷം 3-ാം വർഷം 4-ാം വാർഷികം ഇങ്ങനെ വാർഷിക സമ്മേളനം നടത്തി. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദുടെ സമസ്ത എന്ന പുസ്തകം വായിക്കുമ്പോൾ ഓരോ വർഷാനുവർഷം നടത്തിയ വാർഷികത്തിന്റെ ആ പ്രമേയങ്ങൾ നടപ്പിലാക്കി 2-ാം വാർഷികം നടത്തുന്നു, പ്രമേയങ്ങൾ ഒരു വർഷത്തിൽ നടപ്പാക്കുന്നു. അങ്ങനെ വർഷാനുവർഷം സമ്മേളനം നടത്തി വിദ്അത്തുകാർക്കെതിരെ നമ്മുടെ ഉലമാ പടയോട്ടം നടത്തുകയാണ്. ഉലമാ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോ ഉലമ മാത്രം പ്രവർത്തിച്ചാൽ പോരാ, ഇവിടെ ഉമറാഇന്റെയും കൂടെ ആ സഹായം ആവശ്യമുണ്ടെന്ന നിലക്ക് 1954 SVS രൂപീകരിക്കുകയാണ്. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SVSും കൂടിയിട്ട് ഒറ്റക്കെട്ടായി വിദ്അത്തുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോ അതേ വിദ്അത്തുകാര് അവർ ആ ക്യാമ്പസിലേക്ക് കയറിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവരെ ആശയം കയറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പുത്തൻ ആശയം കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ 1973 നമ്മുടെ ഉലമാഇന്റെ തീരുമാനപ്രകാരം പട്ടിക്കാട് ജാമിഅ നൂരിയിൽ വെച്ചിട്ട് SSF രൂപീകരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 54 SVS, 73 SSF. വിദ്യാർത്ഥികളും യുവാക്കളും ഒറ്റക്കെട്ടായി ഉലമാഇന്റെ പിന്നാലെ അണിനിരന്നുകൊണ്ട് ഈ വിദ്അത്തിനെതിരെ പോരാടുകയാണ്. അങ്ങനെ കാലം കടന്നു വന്നു. വിദ്അത്തിനെതിരെ ഇഖ്യാസ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അതിനു മുമ്പ് കഴിഞ്ഞ
കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, അണ്ടോണ മുഹ്യിദ്ദീൻ മുസ്ലിയാർ അടക്കം, അങ്ങോട്ട് പോയാൽ പറവണ്ണ അടക്കമുള്ള നിരവധി പണ്ഡിതന്മാര്, ഇങ്ങോട്ട് മൗലാന പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉലമാഇന്റെ നേതൃത്വത്തിൽ അതേ ബിദ്അത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്തു. കൂട്ടത്തിൽ കള്ളത്തരീഖത്തിനെ മറക്കരുത്. അങ്ങനെ കള്ളത്തരീഖത്തുകാരോടും ബിദ്അത്തുകാരോടും സന്ധിയില്ലാ സമരം ചെയ്തിട്ട് അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ വയസ്സന്മാർക്കൊരു വിഷമം. SVS അങ്ങോട്ട് പോയാൽ പിന്നെ വയസ്സന്മാർക്ക് പ്രവർത്തിക്കാനില്ലല്ലോ. അതേ 2015 വന്നപ്പോ കേരള മുസ്ലിം ജമാഅത്ത്, ഇനി നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ മുസ്ലിം ജമാഅത്തിന്റെ മുഹമ്മദ് ഹാജി മരിച്ചു, മുസ്ലിം ജമാഅത്തിന്റെ യൂസുഫ് ഹാജി മരിച്ചു, മുസ്ലിം ജമാഅത്തിന്റെ അബൂബക്കർ ഹാജി മരിച്ചു, മരണം വരെ ഇനി പേര് മാറാനില്ല. അങ്ങനെ മുസ്ലിം ജമാഅത്തുമായി വന്നിട്ട് 1926 ജൂൺ മാസത്തിലേക്ക് സെന്റനറിയുടെ 100 വർഷം പൂർത്തിയാകുകയാണ്. അതിന്റെ 100ാം വാർഷികം ഇൻഷാ അല്ലാഹ് 2027 തുടക്കത്തിൽ ഇവിടെ 100ാം വാർഷികം മലപ്പുറത്തിന്റെ മണ്ണിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുകയാണ്. ഈ 100 വർഷം പിന്നിടുമ്പോൾ 1920 തുടക്കം കുറിച്ച വഹാബിസം 26 പണ്ഡിത സഭ വന്നിട്ട് ഇസ്ലാമിനെതിരെ വന്ന കക്ഷികൾക്കെതിരെ സന്ധിയില്ല സമരം ചെയ്തിട്ട് 1926 സമസ്ത കടന്നു വരുമ്പോ ഒറ്റക്കെട്ടായി സമസ്ത പ്രവർത്തിക്കുമ്പോ എന്തോ അല്ലര ചില്ലര സംഘടനാ പ്രശ്നമല്ലാതെ ബിദ്അത്തുകാർക്കെതിരെ സന്ധിയില്ലാതെ സമസ്ത പ്രവർത്തിക്കുമ്പോ സമസ്തക്ക് മുമ്പ് തുടക്കം കുറിച്ച ബിദ്അത്തുകാര് 1920 തുടക്കം കുറിച്ചു എങ്കിൽ അവരൊരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ 8ഉം 10ഉമായി പൊട്ടിത്തെറിച്ച് ഇന്ന് ബിദ്അത്ത് എവിടെയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരനെ കാണുമ്പോ നീ ഏതാണെന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ് സെന്റനറിയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കുമ്പോ അൽഹംദുലില്ലാഹ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാന് കവർന്നെടുക്കാൻ വന്ന ബിദ്അത്തുകാരോട് പോരാടി സമസ്ത ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം ഈ ഉമ്മത്തിന്റെ ഈമാന്റെ കാവൽപ്പടന്മാരായി സമസ്ത നിന്നു എന്നതാണ്. ഈ സമസ്തയുടെ നമ്മുടെ ഈമാന് സംരക്ഷിച്ച സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം ജനുവരിയിൽ വെച്ച് നടക്കുമ്പോ എന്റെ നാട്ടുകാരെ ഇപ്പോൾ തന്നെ ബസ് ബുക്ക് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ആമുഖ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം